പ്രിയമുള്ളവരെ, ഏവർക്കും സ്നേഹവന്ദനം. നമ്മുടെ രാജ്യത്തിന്റെ ഭയം മാറിപ്പോയിട്ടില്ല ഇതുവരെ. കഴിഞ്ഞ 2 ദിവസം മുമ്പ് നമുക്കറിയാവുന്ന പോലെ കാശ്മീരിൽ പഹൽഗാം ഗ്രാമത്തിൽ നടന്നിട്ടുള്ള ഭീകര ആക്രമണത്തിൽ ഇസ്ലാമിക ഭീകരവാദികൾ കൊന്നൊടുക്കിയതായിട്ടുള്ള 26 വിലപ്പെട്ട ജീവനുകൾ, അതിൽ തന്നെ ഒരുപാട് പേര് ആശുപത്രികൾ ഇപ്പോഴും ചികിത്സ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ ക്രൈസ്തവ വിശ്വാസിയായ മധ്യപ്രദേശ് അലിരാജ്പൂരിൽ ഇൻഡോറിൽ നിന്നുള്ള ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷന്റെ മാനേജറായിരുന്ന സുശീൽ നദനിയലിനോടുള്ള അവരുടെ പെരുമാറ്റത്തെക്കുറിച്ച് ഇസ്ലാമിക ഭീകരവാദികൾ പറഞ്ഞതായിട്ടുള്ള കാര്യങ്ങളും അദ്ദേഹത്തെ വെടിവെച്ചു വന്ന കാര്യത്തെക്കുറിച്ചും അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾ വളരെ കൃത്യമായിട്ട് ദൃക്സാക്ഷി വിവരണം നൽകിയിട്ടുണ്ട്. ആ സുശീൽ നദനിയൽ എന്ന് പറയുന്ന വ്യക്തി 58 വയസ്സുകാരനാണ്. അദ്ദേഹം ഒരു ലൈഫ് ഇൻഷുറൻസിന്റെ മാനേജറായിരുന്നു. അദ്ദേഹത്തോട് ഈ ഭീകരവാദികൾ വന്നിട്ട് കലിമ ചൊല്ലുവാനായിട്ടാണ് പറഞ്ഞത്. അപ്പോൾ അദ്ദേഹം കലിമ എന്താണെന്ന് പോലും അദ്ദേഹത്തിന് അറിഞ്ഞുകൂടാ. അദ്ദേഹം അത് വിസമ്മതിച്ചു. മാത്രമല്ല, അതൊരു ക്രിസ്തീയ വിശ്വാസിയാണ്. അദ്ദേഹം യേശു ക്രിസ്തുവിനെ കർത്താവിന്റെ രക്ഷിതാവുമായിട്ട് സ്വീകരിച്ച വ്യക്തി ആയതുകൊണ്ടും നിത്യജീവനെ കുറിച്ച് നല്ല പ്രത്യാശയുള്ളവനായതുകൊണ്ടും അവരുടെ വാദത്തെ, അവരുടെ ആവശ്യത്തെ നിരാകരിച്ചു. അപ്പൊ ആ ഭീകരന്റെ ആവശ്യം നിരാകരിച്ച സുശീലിനെ പിന്നീട് കൊല്ലുകയായിരുന്നു എന്നുള്ളതാണ് ബന്ധുക്കളെ ഉദ്ധരിച്ച് ദേശീയ മാധ്യമങ്ങള് ഈ സംഭവം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പം അല്ലാഹു അല്ലാതെ മറ്റൊരു ദൈവവും ഇല്ല എന്ന ഇസ്ലാമിക വിശ്വാസ പ്രഖ്യാപനം പറയുന്നത് തിരസ്കരിച്ചത് കൊണ്ടാണ് സുശീൽ നദനിയലിന്റെ ജീവനും ഈ ഇസ്ലാമിക ഭീകരവാദികൾ നഷ്ടം വരുത്തിയത്, അദ്ദേഹത്തെ കൊന്നൊടുത്തത് എന്ന് അദ്ദേഹത്തിന്റെ ഭാര്യ ജെന്നിഫർ, മകൻ ഓസ്റ്റിൻ, മകൾ ആകാൻഷ എന്നിവരോടൊപ്പം ഈസ്റ്റർ ആഘോഷിക്കുന്നതിനായിട്ട് കാശ്മീരിലെത്തിയ അദ്ദേഹത്തെക്കുറിച്ച് ബന്ധുജനങ്ങൾ പറയുന്നത്. അപ്പം ഇവരെല്ലാവരും വളരെ പ്രതീക്ഷയോടുകൂടി ആ ദേശം കാണാൻ, പ്രത്യേകിച്ച് മനോഹരമായിരിക്കുന്ന കാശ്മീരിൻ്റെ താഴ്വരകൾ കണ്ട് അവിടുത്തെ പ്രകൃതി രമണീയമായിട്ടുള്ള കാര്യങ്ങൾ കാഴ്ച കണ്ട് സന്തോഷിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ ഭീകരർ വന്നിട്ട് നിങ്ങൾ ഏത് മതമാണ് എന്നൊക്കെ ചോദിച്ച് മതത്തിൻ്റെ പേരിൽ കൊന്നൊടുക്കുന്നത്. ഭീകരതയ്ക്ക് മതമില്ല എന്നൊക്കെ ആളുകൾ പറഞ്ഞാലും ഉണ്ട് എന്ന് തെളിയിക്കുന്ന തരത്തിലാണ് ഈ വിധത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെന്നെടുക്കുന്നത്. എന്നാൽ ഞാൻ കൃത്യമായിട്ടൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നത്, ഈ സംഭവം നടന്ന ഉടനെ തന്നെ ഞങ്ങളുടെ മലപ്പുറം ജില്ലയിൽ അവിടെയുള്ള മുസ്ലിം പണ്ഡിതന്മാർ വളരെ കൃത്യമായിട്ട് ആയിരക്കണക്കിന് മുസ്ലിം സഹോദരങ്ങളെ ഒരുമിച്ച് കൂട്ടി ഒരു വലിയ പ്രതിജ്ഞ എടുക്കുകയുണ്ടായി. ആ പ്രതിജ്ഞ നമ്മുടെ രാജ്യത്തെ ഭീകരവാദികൾക്ക്, തീവ്രവാദികൾക്ക് പരാജയപ്പെടുത്താൻ കഴിയുകയില്ല എന്നുള്ള വലിയ പ്രതിജ്ഞയായിരുന്നു. അത് വലിയ ശ്ലാഘനീയമായിട്ടുള്ള കാര്യമാണ്. അത് തന്നെയായിരുന്നു ഞാൻ എൻ്റെ മുൻ വീഡിയോയിൽ ആവശ്യപ്പെട്ടത്. നമ്മുടെ രാജ്യത്ത് ഭീകരവാദത്തെ ചെറുത്ത് തോൽപ്പിക്കണമെങ്കിൽ ഈ വിധത്തിലുള്ള മത തീവ്രവാദത്തെ തോൽപ്പിക്കാൻ സാധിക്കുന്നത് ഇതിലെ മത നേതാക്കന്മാർ മുന്നോട്ട് വന്നെങ്കിലേ സാധിക്കുകയുള്ളൂ. അങ്ങനെ മുന്നോട്ട് വന്നതിലുള്ള സന്തോഷം പങ്കിടുകയാണ്. അതോടൊപ്പം തന്നെ ഈ 58-കാരനായിരിക്കുന്ന സുശീൽ നദനിയൽ കൊല്ലപ്പെടുന്നതിന് മുൻപ് ഭീകരർ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടത് അവരുടെ മതത്തിന്റെ പ്രവാചകന്റെ സ്തുതിയായിരിക്കുന്ന കലിമ ചൊല്ലുവാനായിട്ടാണ് എന്ന് ഞാൻ സൂചിപ്പിച്ചല്ലോ. ഇത് കലിമ ചൊല്ലുവാനായിട്ട് അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു എന്ന് പറഞ്ഞിരിക്കുന്നത് സഞ്ജയ് കുംരാദ് അവധ് എന്ന് പറയുന്നതായിട്ടുള്ള അദ്ദേഹത്തിന്റെ ബന്ധു തന്നെയാണ്. അത് അദ്ദേഹത്തിന്റെ ഭാര്യയിൽ നിന്നും മക്കളിൽ നിന്നുമുള്ള കാര്യങ്ങളെ ചോദിച്ചറിഞ്ഞതിന് ശേഷമാണ്. അപ്പോൾ ഈ ഭീകരർ നദനിയലിന്റെ പേര് ചോദിച്ച ശേഷം മുട്ടുകുത്താനും പിന്നീട് കലിമ ചൊല്ലാനും ആവശ്യപ്പെടുകയായിരുന്നു എന്നാണ് അവരെ പറയുന്നത്. എന്നാൽ താനൊരു ക്രിസ്തീയ വിശ്വാസിയാണെന്നും തനിക്ക് സ്വർഗരാജ്യം കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടെ ലഭിക്കും, താൻ യേശു കർത്താവുള്ളതായിട്ടുള്ള സ്വർഗത്തിലേക്കാണ് പോകുന്നതെന്നുള്ള ആ നിശ്ചയം ഉണ്ടായിരുന്നുകൊണ്ട് അദ്ദേഹം അത് ചൊല്ലിയില്ലെന്ന് മാത്രമല്ല, ആ ഭീകരവാദികളോട് ആ കാര്യം പറയുകയും ചെയ്തു. കലിമ ചൊല്ലില്ലെന്ന് പറഞ്ഞതോടെ നദനിയലിനെ ഈ ഭീകരര് വെടിവെച്ച് കൊല്ലുകയായിരുന്നു. പിതാവിനെ വെടിവെക്കുന്ന കണ്ട് ഓടിയെടുത്തായിട്ടുള്ള മകള് ആകാൻഷ എന്ന് പറയുന്ന മകള്, അവളുടെ നേരെയും ഈ ഭീകരര് വെടി ഉയർത്തു എങ്കിലും അത് അവളുടെ ജീവനെ കവർന്നില്ല എന്നുള്ളത് നീയോടെ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഓർക്കുകയാണ്. അവളിന്ന് ചികിത്സയിലാണ്. ആ ചികിത്സ തുടരുന്നു. ആരോഗ്യനില തൃപ്തികരമാണെന്ന് അറിയിക്കുകയുണ്ടായി. നമുക്ക് ഏതായാലും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവ് ആ കുടുംബത്തിന് ആശ്വാസം നൽകട്ടെ. അവർക്ക് മാത്രമല്ല, 26 കൊല്ലപ്പെട്ടതായിട്ടുള്ള ആ നിരപരാധികളായിട്ടുള്ള വ്യക്തികളും അവരുടെ കുടുംബാംഗങ്ങളിലെ വേദന അനുഭവിക്കുന്ന ആളുകളെ അവരെല്ലാം ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കണം. അപ്പം പല സമയത്തും നമ്മൾ പറയാറുള്ള പോലെ തീവ്രവാദത്തിന് മതമില്ല. ഇന്നലെയും അത് മലപ്പുറത്ത് നിന്ന് മുഴങ്ങിക്കേട്ടു. പക്ഷേ ഞാനൊരു കാര്യം പറയട്ടെ, മതത്തിന് തീവ്രവാദമുണ്ടെങ്കിലോ, തീവ്രവാദത്തിന് മതമില്ല, പക്ഷെ മതത്തിന് തീവ്രവാദമുണ്ടെങ്കിലോ അപ്പോൾ എങ്ങനെ നമ്മളതിനെ ന്യായീകരിക്കും? എൻ്റെ ചോദ്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. തീവ്രവാദത്തിന് മതമില്ല, സമ്മതിച്ചു. പക്ഷെ മതത്തിന് തീവ്രവാദമുണ്ടെങ്കിൽ ആ തീവ്രവാദത്തെ മതത്തിൽ നിന്ന് ഉന്മൂലനം ചെയ്യണ്ടേ? അങ്ങനെ ഉന്മൂലനം ചെയ്യേണ്ടുന്നതായ കാര്യങ്ങൾ എങ്ങനെ നമുക്ക് ചെയ്യാൻ കഴിയും? 2 കാര്യങ്ങളേ ഉള്ളൂ. അതിലേക്ക്
മനുഷ്യനെ നയിക്കുന്ന ഏതെങ്കിലും വ്യവസ്ഥാപിതമായിട്ടുള്ള വാക്യങ്ങളോ ആയത്തുകളോ അതുപോലെയുള്ള വിഷയങ്ങളോ ഉണ്ടെങ്കിൽ അവയെ ആ മതത്തിൽ നിന്ന് ഫത്വ പുറപ്പെടുവിച്ച് ഫത്വ മൂലം അതിനെ ഇല്ലാതെയാക്കണം, അതിനെ വേണ്ട എന്ന് വെക്കണം. അങ്ങനെ ഈ ആയത്തുകൾ നമുക്ക് യോജ്യമല്ലെന്നും ഈ യോജ്യമല്ലാത്ത ഈ കാലഘട്ടത്തിന് നമ്മുടെ രാജ്യത്തിന് യോജ്യമല്ലാത്ത ഈ കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ പഠിപ്പിക്കരുത് എന്നും പറയുവാൻ നമുക്ക് മനസ്സുണ്ടാകുമ്പോഴാണ് മതത്തിന് ഭീകരവാദത്തിൻ്റെ മുഖമില്ലാതെ മാറുന്നത്. ഞാൻ പറഞ്ഞത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഞാൻ പറഞ്ഞല്ലോ, മലപ്പുറത്ത് എൻ്റെ മുസ്ലിം പണ്ഡിതന്മാർ അവരെടുക്കുന്ന നിലപാടുകൾ വളരെ ശ്ലാഘനീയമായിട്ടുള്ളതാണ്. ഈ വിഷയത്തിൽ അവർ വിഷയം കേട്ട ഉടനെ തന്നെ വളരെ ക്രിയേറ്റീവായിട്ട്, അത് മാത്രമല്ല ഈ മലപ്പുറം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ അന്ന് വൈകിട്ട് തന്നെ കൊല്ലപ്പെട്ട കുടുംബാംഗങ്ങളോട് ഐക്യദാർഢ്യപ്പെട്ടുകൊണ്ട് ഈ വേദന അനുഭവിക്കുന്നവരോടുകൂടെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് പല സ്ഥലങ്ങളിലും മീറ്റിങ്ങുകൾ സംഘടിപ്പിക്കുകയും പൊതുയോഗങ്ങൾ കൂടുകയും അതോടൊപ്പം തന്നെ റാലികൾ നടത്തുകയൊക്കെ ചെയ്തു. അതുകൊണ്ടൊന്നും മരിച്ചവരെ നമുക്ക് മടക്കി കിട്ടുകയില്ലെന്ന് മാത്രമല്ല, മരിച്ച പ്രിയപ്പെട്ടവരുടെ കുടുംബാംഗങ്ങളുടെ ദുഃഖങ്ങൾ മാറുന്നുമില്ല. പക്ഷേ ഭീകരവാദികൾക്ക് നമ്മുടെ നാട്ടിൽ ആ വിധത്തിൽ ഏതെങ്കിലും തീവ്രവാദ സ്വഭാവത്തിലേക്ക് ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു താക്കീതാണ്. കാരണം ഇവിടുത്തെ ജനത, മലബാറിലെ ജനത, കേരളത്തിലെ ജനത, ഇന്ത്യയുടെ ജനത അവർക്ക് വളരാൻ പറ്റിയ പാകമുള്ള മണ്ണല്ല. തീവ്രവാദത്തിനും മതമൗലികവാദത്തിനും വളർന്ന് പന്തലിക്കാൻ പറ്റുന്ന ഒരു ഇടമല്ല എന്നുള്ളത് അവർക്ക് കൃത്യമായ ഒരു വാണിംഗും കൂടെയാണ്. അപ്പോൾ അത് വളരെ ശ്ലാഘനീയമായിട്ടുള്ള കാര്യമാണ്. നമുക്കറിയാവുന്ന പോലെ PFIയുടെ ഒക്കെ ആളുകൾ മുൻകാലത്ത് 2047 ആകുമ്പോഴേക്കും ഇതൊരു മതരാഷ്ട്രമായിട്ട് മാറും എന്നൊക്കെ, ഒരു ഖലീഫേറ്റിൻ്റെ കീഴിലേക്ക് ഇത് വരും എന്നൊക്കെ വ്യാമോഹിക്കുകയും ദിവാസ്വപ്നങ്ങൾ കാണുകയൊക്കെ ചെയ്തു. ആ സ്വപ്നങ്ങളൊക്കെ ഇപ്പോൾ അവർ ജയിലുകളിൽ കണ്ടുകൊണ്ട് കിടക്കുകയാണ്. ഒരു കാര്യം ഓർക്കണം, നമ്മുടെ നാടെന്ന് പറയുന്നത് മതേതരത്വ രാഷ്ട്രമാണ്. ഈ നാട്ടിൽ മതേതരത്വവാദികൾക്ക് മാത്രമേ പച്ചപ്പുണ്ടാകുകയുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഏകോദര സഹോദരങ്ങളായി ഹിന്ദു എന്നോ മുസ്ലിം എന്നോ ക്രൈസ്തവനെന്നോ പാർസി എന്നോ ബുദ്ധനെന്നോ ജൈനമതക്കാരനെന്നോ മതമില്ലാത്തവനെന്നോ യാതൊരു വ്യത്യാസവും കൂടാതെ എല്ലാവരും ഇന്ത്യ എൻ്റെ രാജ്യമാണെന്നും എല്ലാ ഇന്ത്യക്കാരും എൻ്റെ സഹോദരി സഹോദരന്മാരുമാണെന്നുള്ള ആ ഉത്ബോധം അങ്കുരിച്ചിരിക്കുന്ന ഒരു നാടാണ്. ഈ നാടിനെ കീറിമുറിക്കാനോ വെട്ടിമാറ്റുവാനോ ഇവിടെ വിത്തുകൾ വിതയ്ക്കാമെന്നൊക്കെ പാകിസ്ഥാൻ വിചാരിച്ചാൽ അതൊക്കെ നിന്റെ ആ നാട്ടിൽ കൊണ്ട് നടത്തിക്കോണം. ഇവിടെ പറ്റുകയല്ല. ഇവിടെ നീയൊക്കെ കയറിയിട്ടുണ്ടെങ്കിൽ നിന്നെയൊക്കെ ചെത്തേണ്ടുന്ന വിധത്തിൽ ചെത്താൻ തക്കോണം ഇവിടെ ശക്തരായിട്ടുള്ള ജനങ്ങളുണ്ട്. ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന ഒരു വ്യവസ്ഥാപിതമായിരിക്കുന്ന ഭരണഘടനയുണ്ട്. ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങൾ എഴുതിയിരിക്കുന്ന ഭരണഘടന. അതിൻ്റെ അടിസ്ഥാനത്തിൽ തെരഞ്ഞെടുക്കപ്പെടുന്ന രാഷ്ട്രീയ നേതാക്കന്മാരുണ്ട്. അവരത് ചെത്തിക്കൊണ്ടേയിരിക്കും. ഇത് ഞാൻ പറയുമ്പോൾ തന്നെ ഒരു കാര്യം കൂടെ തമസ്കരിക്കാൻ പറ്റുകയില്ല. അതെന്താണ്? ഈ തീവ്രവാദികൾക്കും നമ്മുടെ രാജ്യത്ത് നുഴഞ്ഞു കയറുവാൻ വേലി പൊളിച്ചു കൊടുത്തത് ആരാണ്? അതും കൂടെ ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. സമയം അധികമായിട്ടില്ല എങ്കിലും നമ്മൾ ചിന്തിക്കേണ്ടുന്നതായ ഈ സമയത്ത് തന്നെ നമ്മൾ ജാഗ്രത പുലർത്തേണ്ടുന്ന ഒരു കാര്യമാണ്. ഇവിടുത്തെ ഭരണാധിപന്മാരെ നമുക്ക് വിശ്വാസമുണ്ട്. അതുകൊണ്ടാണല്ലോ അവരുടെ കൈകളിൽ നമ്മളെ ഭരണം ഏൽപ്പിച്ചു കൊടുത്തിരിക്കുന്നത്, സംസ്ഥാന തലത്തിലായാലും ദേശീയ തലത്തിലായാലും. പക്ഷേ അവരെപ്പോഴെങ്കിലും നിഷ്ക്രിയരാകുകയും എല്ലാം ഭാസുരമാണ്, കുഴപ്പമില്ല എന്ന് ചിന്തിച്ചുകൊണ്ട് കട്ടിലിൽ ഞാന്ന് കിടന്നിങ്ങനെ ഊഞ്ഞാലാടുകയും ചെയ്യുമ്പോൾ ഓർത്തുകൊള്ളണം, നിങ്ങളുടെ കട്ടിലിന്റെ താഴെ തന്നെ ഇതേപോലെയുള്ള ഭീകരവാദികൾ തോക്കുമായിട്ട് എത്തിയിരിക്കുന്നു. നിങ്ങളുടെ മൂക്കിന്റെ തുമ്പത്ത് അവരുണ്ട് എന്നുള്ളത് മറന്നു പോകരുത്. അതുകൊണ്ട് ജാഗ്രത പുലർത്തിയിരിക്കണം. ഭയം ഉണ്ടാകാതിരിക്കണമെങ്കിൽ ഇവിടെ ജാഗ്രതയുള്ള ഭരണാധിപന്മാരായിരിക്കണം. ജനങ്ങൾ സന്തുഷ്ടരായി കഴിയണമെങ്കിൽ അതിർത്തി കാക്കുന്നവരെ സസൂക്ഷ്മം വീക്ഷിക്കുവാനും അതിർത്തി കാക്കുന്നവർ ശക്തരായി നിൽക്കുവാനും ഇതൊക്കെയാണ് അവർക്ക് വേണ്ടുന്ന പിന്തുണകൾ കൊടുക്കണം. രാഷ്ട്രത്തിന്റെ പിന്തുണ അവർക്കുണ്ട്. എന്നാൽ രാഷ്ട്രീയ നേതാക്കന്മാരുടെ പിന്തുണ അവർക്കുണ്ടോ? ഭരണകർത്താക്കന്മാർക്ക് അവരെ കൃത്യമായി കാര്യമായിട്ട് വീക്ഷിക്കുകയും അവർക്ക് വേണ്ടുന്ന സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ? പിന്നെന്തുകൊണ്ട് ഈ മതമൗലികവാദികൾ, ഈ മത തീവ്രവാദികൾ നമ്മുടെ നാട്ടിലേക്ക് നൂഴ്ന്നു കയറി? കഴിഞ്ഞ ഈസ്റ്ററിന് റാലി നിരോധിച്ചപ്പോൾ അല്ലെങ്കിൽ അത് നടത്താൻ സമ്മതിക്കാതെ ഇരുന്നപ്പോൾ ഇവിടുത്തെ ചില ആളുകൾ, ക്രൈസ്തവ കോളത്തിൽ നിന്നുള്ള ചില ആളുകൾ തന്നെ ഒരു വലിയ വാദവുമായിട്ട് മുന്നോട്ട് വന്ന് മന്ത്രി അടക്കം അവിടെ സുരക്ഷാ ഭീഷണി ഉണ്ടായതുകൊണ്ടാണ് എന്ന്. എന്റെ പൊന്നു സാറെ, സുരക്ഷാ ഭീഷണി ഉണ്ടെങ്കിൽ ആ ഭീഷണിയെ സംസ്കരിക്കാനായിട്ട് അതിനെ ഇല്ലായ്മ ചെയ്യാനായിട്ടുള്ള കരുത്തല്ലേ നിങ്ങൾ ആർജിക്കേണ്ടത്? അതോ സുരക്ഷാ ഭീഷണി ഉണ്ട് അതുകൊണ്ട് നിങ്ങൾ ഒന്നും ചെയ്യേണ്ട, മാളത്തിൽ കയറി ഒളിച്ചിരുന്നോ എന്ന് പറയുന്ന സ്വഭാവമാണോ നിങ്ങൾക്ക് വേണ്ടത്? നിങ്ങളെ ഞങ്ങൾ തെരഞ്ഞെടുത്ത് എന്തിനാണ്? നിങ്ങൾക്ക് അധികാരം ഈ രാജ്യം തന്നിരിക്കുന്നത് എന്തിനാണ്? നിങ്ങൾക്ക് കൃത്യമായ തീരുമാനമെടുക്കാനും അയൽ രാജ്യങ്ങളിൽ നിന്ന്, പ്രത്യേകിച്ച് പാകിസ്ഥാനെ പോലെയുള്ള
മതഭീകര രാഷ്ട്രങ്ങളിൽ നിന്ന് ഇവിടേക്ക് ഭീകരവാദികൾ നുഴഞ്ഞു കയറി വരുമ്പോൾ അവരെ ഉന്മൂലനം ചെയ്യാൻ, ആ അതിർത്തി സൂക്ഷ്മതയോടുകൂടി സൂക്ഷിക്കാനും ഈ രാജ്യത്തിന് സംരക്ഷണം കൊടുക്കാനും വേണ്ടിയിട്ടല്ലേ, അതിന് വേണ്ടിയിട്ടല്ലേ തന്നിരിക്കുന്നത് നിങ്ങൾക്ക് ഈ ഭരണകൂടത്തെ. എന്നിട്ട് നിങ്ങൾ മതഭീകരവാദികൾ വന്നിട്ട് ഇവിടുത്തെ പാവപ്പെട്ട ജനത്തെ കൊന്നൊടുക്കുമ്പോൾ അതിന് തിരിച്ചടി കൊടുക്കുമെന്നൊക്കെ പറഞ്ഞാൽ തിരിച്ചടി തീർച്ചയായിട്ടും കൊടുക്കും എന്ന് നമ്മൾ വിശ്വസിക്കുക. ഇതിനു മുമ്പൊക്കെ നമ്മൾ കണ്ടാണല്ലോ, 2-3 പ്രാവശ്യങ്ങൾ ഇതിനു മുമ്പ് നടന്ന തിരിച്ചടികളൊക്കെ നമ്മൾ കാണുകയും കേൾക്കുകയൊക്കെ ചെയ്തതാണ്. അപ്പം ഇതൊക്കെ ഈ ഇവിടുത്തെ സാധാരണ ജനങ്ങളെ പറഞ്ഞു പറ്റിക്കാമെന്ന് ഇനി നിങ്ങൾ വിചാരിക്കേണ്ട. കാരണം ഈ രാജ്യമെന്ന് പറയുന്നത് മതേതരത്വ രാജ്യമാണ്. ഈ രാജ്യത്ത് മതത്തിൻ്റെ വിഷവിത്ത് വിതച്ച് ഈ രാജ്യത്തെ ഛിന്ന ഭിന്നമാക്കാനായിട്ടുള്ള അയൽ രാജ്യങ്ങളുടെ ആ വ്യാമോഹം ഞങ്ങളുടെ ഈ രാജ്യത്ത് നടപ്പിലാകുകയില്ല എന്ന് തെളിയിച്ചു കൊടുക്കേണ്ട ഉത്തരവാദിത്വം ഇവിടുത്തെ ഭരണാധിപന്മാർക്കാണെന്നുള്ളത് മറന്നു പോകരുത്. മാത്രവുമല്ല, എനിക്ക് മതപണ്ഡിതന്മാരായിട്ടുള്ള മുസ്ലിം സഹോദരങ്ങളോട് പറയാനായിട്ടുള്ളത്, നിങ്ങളുടെ കിതാബുകളിൽ നിന്ന് ആരെങ്കിലും ഇതുപോലുള്ള മത തീവ്രവാദ ചിന്തകളിലേക്ക് കടക്കുന്നുണ്ടെങ്കിൽ അത്തരം ആയത്തുകളെയും അത്തരം ഹദീസുകളെയും നിങ്ങൾ ഫത്വ പുറപ്പെടുവിച്ച് അത് ഇന്നത്തെ കാലത്തിന് യോജ്യമല്ല എന്ന് പറഞ്ഞ് അവയെ മാറ്റി നിർത്താനായിട്ട് ഒഴിവാക്കാനായിട്ടും കൂടെ മനസ്സ് കാണിക്കണം. അപ്പോഴാണ് നമ്മുടെ രാജ്യത്തിൻ്റെ സുരക്ഷിതത്വവും നമ്മുടെ രാജ്യത്തിൻ്റെ പുരോഗതി ഉണ്ടാകുക. നാം നമ്മുടെ രാജ്യത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ, നമ്മൾ ഈ ദേശീയതയുടെ ഭാഗമായി നിൽക്കുന്നുണ്ടെങ്കിൽ, നമ്മുടെ രാജ്യത്തിലുള്ളവരെല്ലാവരും നമ്മുടെ സഹോദരി സഹോദരന്മാരാണെന്നുള്ള ബോധ്യം നമുക്കുണ്ടെങ്കിൽ നമ്മളത് ചെയ്യുന്നതിന് യാതൊരു മടിയും കാണിക്കേണ്ട ആവശ്യമില്ല. ഇനിയും ഇത്തരത്തിലുള്ള മതഭീകരന്മാർ നമ്മുടെ നാട്ടിൽ നുഴഞ്ഞു കയറാതിരിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. നമ്മുടെ ഭരണാധിപന്മാരോട് നമുക്കത് ഉച്ചത്തിൽ പറയാം. ഞങ്ങളുടെ രാജ്യം നമ്മുടെ രാജ്യമാണ്. ഈ രാജ്യത്ത് ഒരു മതഭീകരവാദത്തിനും യാതൊരു ശക്തിയും ഉണ്ടാകുകയില്ല. അവയെ നമ്മൾ നുള്ളിക്കളയും, മുളയിലെ നുള്ളിക്കളയും. അങ്ങനെ നുള്ളിക്കളയാൻ തക്കവണ്ണം ഇടയാകട്ടെ എന്ന പ്രാർത്ഥനയോടും അതിനുള്ള എല്ലാ ആശംസകളോടും സ്നേഹത്തോടെ ജോൺസൺ തേക്കടിലച്ചൻ.